മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ പ്രതികൾ അറസ്റ്റിൽ. ഡോൾസി ജോസഫൈൻ, മകൻ രോഹിത് സജു എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ മ്യൂസിയം പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. 100-ലധികം പേരിൽ നിന്ന് 5 കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്നാണ് ഇവർക്കുമേലുള്ള കേസ്. ഡോൾസിയും മകൻ രോഹിത്തിനുമെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 60ഓളം FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു. സമീപകാലത്ത് പുറത്തുവന്ന ഏറ്റവും വലിയ വിസ തട്ടിപ്പ്. സംസ്ഥാന വ്യാപകമായി നടന്ന തട്ടിപ്പിൽ ഇരകളായത് 100-ലധികം പേർ. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 60-ലധികം FIRകൾ. ഒടുവിൽ മാതൃഭൂമി ന്യൂസിന്റെ ഇടപെടലിനെ തുടർന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. 100-ലധികം പേരിൽ നിന്ന് 5 കോടിയിലധികം രൂപ തട്ടിയെടുത്തു എന്നതാണ് കേസ്. ഡോൾസിക്കും മകൻ രോഹിത്തിനുമെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 60ഓളം FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയി. ശാസ്തമംഗലത്തെ ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഒളിവിലായിരുന്ന പ്രതികൾ സാധനങ്ങൾ മാറ്റാനായി എത്തി. പ്രതികളെത്തിയതറിഞ്ഞ പോലീസ് ഇവരുടെ വാഹനത്തിന് പിന്നാലെ പാഞ്ഞ് സിനിമാ സ്റ്റൈലിലാണ് ഇവരെ വലയിലാക്കിയത്. തട്ടിപ്പിനെതിരെ പരാതി കൊടുത്തവർക്കും ഇത് വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കുമെതിരെ പ്രതികൾ കേസ് കൊടുത്തിരുന്നു. കാനഡയിലും UK-യിലും USA-യിലും തൊഴിൽ വിസ വാഗ്ദാനം ചെയ്താണ് കോടികൾ തട്ടിയത്. പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കബളിപ്പിക്കപ്പെട്ടവർ പറയുന്നു. വീട് ലോൺ എടുത്ത് വെച്ചാണ് ഇവർക്ക് പൈസ കൊടുത്തത്. പിന്നെ കുറച്ച് കൊച്ചിന് സ്വർണ്ണം ഒരുക്കി വെച്ചിരുന്നു, അതിനെയും കൊണ്ട് വിറ്റി. പിന്നെ ഒരു മാലയുള്ളത് അതിന് 1.25 ലക്ഷത്തിന് വെച്ച് ഇപ്പം 1.25 ലക്ഷമായി പലിശ. 10-30 കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം മേഡം എന്നെ കഴിഞ്ഞ മാസം സെപ്റ്റംബറോടുകൂടി പോവാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരിക്കും ഒന്നും ആയില്ല. നമ്മളെ അറിവിൻ പ്രകാരം 43 പേരോളമാണ് ഇവർ പറ്റിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഇതുവരെയുള്ള റിപ്പോർട്ട്. എല്ലാം 5 കോടിക്ക് മേളിലുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ പൈസ കിട്ടൂല എന്നുള്ള കാര്യം പോലും ഇതുവരെയായിട്ട് അറിയത്തില്ല. പക്ഷേ അവർ അറസ്റ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. ഇനിയും അവർ മുന്നോട്ട് ആരെയും പറ്റിക്കരുത്. സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്ക് എന്ന പേരിലാണ് പ്രതികൾ ശാസ്തമംഗലത്ത് ഓഫീസ് റൂം വാടകയ്ക്കെടുത്തത്. കെട്ടിട ഉടമ പോലും അറിയാതെ ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസി തുടങ്ങി. ആൾക്കാരെ ഇങ്ങനെ ജോബിന് വേണ്ടി കൺസൾട്ടൻസി നടത്തുകയാണ്. അതിന് വേണ്ടിയിട്ടല്ല ഇവരെ എടുത്തത്. റെൻ്റൽ എഗ്രിമെൻറ്റ് തന്നെ സ്പൈസസ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാണ് എടുത്തത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഇവർ അത് കഴിഞ്ഞിട്ട് തുടങ്ങി എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. തെളിവെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പ് പുറത്തു വന്നു. ഇനി അറിയേണ്ടത് പരാതിക്കാർക്ക് പണം ലഭിക്കുമോ എന്നുള്ളതാണ്. ആർ അനന്തകൃഷ്ണനും അമൽ തേനമറമലിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.